2026 ജനുവരി 3 വെളുപ്പാൻ കാലത്ത് ലോകം ഉറക്കമുണർന്നത് ഒരു ഞെട്ടിക്കുന്ന വാർത്തയിലേക്കാണ്. ലാറ്റിൻ അമേരിക്കയുടെ ഹൃദയഭൂമിയിൽ അഥവാ വെനിസ്വേലയിൽ ചരിത്രം തിരുത്തി കുറിക്കപ്പെട്ടു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവ് പ്രകാരം ഓപ്പറേഷൻ ആബ്സല്യൂട്ട് റിസോൾവ് എന്ന പേരിൽ നടന്ന മിന്നലാക്രമണം വിജയകരമായി നിറവേറി. വെനിസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെ അമേരിക്കൻ സ്പെഷ്യൽ ഫോഴ്സ് കസ്റ്റഡിയിലെടുത്തു. ഒരു രാജ്യത്തലവനെ സ്വന്തം കൊട്ടാരത്തിൽ നിന്ന് മറ്റൊരു രാജ്യം സൈന്യവുമായി പിടിച്ചുകൊണ്ടുപോകുന്നു. ഇത് വെറുമൊരു ഭരണമാറ്റമല്ല, ഇതൊരു സന്ദേശമാണ്. കാരക്കാസിലെ തെരുവുകളിൽ അമേരിക്കൻ അധിനിവേശത്തിന്റെ അടയാളങ്ങൾ ചാർത്തപ്പെടുമ്പോൾ അങ്ങ് 15,000 കിലോമീറ്റർ അകലെ ബീജിംഗിലെ അധികാര ഇടനാഴികളിൽ കനത്ത നിശബ്ദതയാണ്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ഇപ്പോൾ ഉറ്റുനോക്കുന്നത് വെനസ്വേലയിലെ എണ്ണപ്പാടങ്ങളിലേക്കല്ല, മറിച്ച് തായ്വാൻ കടലിടുക്കിലേക്കാണ്. അമേരിക്കയുടെ ഈ നീക്കം ചൈനയുടെ തായ്വാൻ മോഹങ്ങൾക്കുമേൽ കരിനിഴൽ വീഴ്ത്തുമോ? അതോ അമേരിക്ക വെനസ്വേലയിൽ കുടുങ്ങിക്കിടക്കുമ്പോൾ തായ്വാനെ വിഴുങ്ങാൻ ഡ്രാഗൺ അവസരം പാർത്തിരിക്കുകയാണോ? നമുക്ക് നോക്കാം. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? വർഷങ്ങളായി അമേരിക്കയും വെനസ്വേലയും തമ്മിലുള്ള ബന്ധം ഉലഞ്ഞിരിക്കുകയായിരുന്നു. എന്നാൽ ജനുവരി 3 ആക്രമണം ആരും പ്രതീക്ഷിച്ചതല്ല. അന്താരാഷ്ട്ര നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഈ നടപടി മൈറ്റ് ഈസ് റൈറ്റ് അഥവാ കരുത്തിന്റെ നിയമം എന്ന പഴയ ലോകക്രമത്തെ ഓർമ്മിപ്പിക്കുന്നു. ഈ വാർത്ത പുറത്തു വന്ന നിമിഷം ചൈനീസ് ഇന്റർനെറ്റ് ലോകം ഇളകി മറിഞ്ഞു. അവിടുത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ വീബോയിൽ ദശലക്ഷക്കണക്കിന് ആളുകളാണ് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തത്. വിചിത്രമെന്ന് പറയട്ടെ, പല ചൈനീസ് ദേശീയവാദികളും ഇതിനെ കണ്ടത് ഒരു അവസരമായാണ്. അമേരിക്കയ്ക്ക് ഒരു രാജ്യത്തലവനെ പിടിച്ചുകൊണ്ടു പോകാമെങ്കിൽ നമുക്കെന്തുകൊണ്ട് തായ്വാനിലെ വിഘടനവാദി നേതാക്കളെ പിടിച്ചുകൂടാ എന്നായിരുന്നു അവരുടെ ചോദ്യം. ഇതൊരു മികച്ച മാതൃകയാണെന്നും തായ്വാനെ തിരിച്ചുപിടിക്കാൻ ചൈനയ്ക്ക് ഇതേ വഴി ഉപയോഗിക്കാമെന്നും വാദങ്ങൾ ഉയരുന്നു. എന്നാൽ ഈ സംഭവത്തോടുള്ള ചൈനീസ് ഭരണകൂടത്തിന്റെ പ്രതികരണം വ്യത്യസ്തമായിരുന്നു. അവർ ഞെട്ടൽ രേഖപ്പെടുത്തി. അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ഒരു ലംഘനം എന്ന് ചൈന അമേരിക്കയെ കുറ്റപ്പെടുത്തി. എന്തുകൊണ്ടാണ് ബീജിംഗ് വാഷിംഗ്ടണിന്റെ ഈ നടപടിയെ ഇത്രയധികം ഭയപ്പെടുന്നത്? ഇത് ചൈനയ്ക്ക് നൽകുന്ന ഷോക്ക് ചെറുതല്ല എന്നത് തന്നെയാണ് കാരണം. നിക്കോളാസ് മഡുറോ ചൈനയുടെ അടുത്ത ഒരു സുഹൃത്തായിരുന്നു. ശതകോടികളാണ് ചൈന വെനസ്വേലയിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. ആ മഡുറോയെ അമേരിക്കൻ സൈന്യം നിഷ്പ്രയാസം നീക്കം ചെയ്തു. ഇതിൽ നിന്നും ചൈന വായിച്ചെടുക്കുന്ന ഒരു കാര്യമുണ്ട്. അമേരിക്കൻ സൈന്യത്തിന്റെ റീച്ച് അഥവാ കയ്യെത്തും ദൂരം അമേരിക്കയുടെ താല്പര്യങ്ങളെ എതിർത്തുകൊണ്ട് തങ്ങളുടെ സുഹൃത്തുക്കളെ ഒരു വിധത്തിലും സംരക്ഷിക്കാൻ ചൈനയ്ക്ക് കഴിയില്ലെന്ന് ഈ സംഭവം തെളിയിക്കുന്നു. ഇനി നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി ആഴത്തിൽ പരിശോധിക്കാം. വെനസ്വേല ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ നിക്ഷേപമുള്ള ഒരു രാജ്യമാണ്. ചൈനയുടെ എണ്ണ ആവശ്യത്തിന്റെ വലിയൊരു ഭാഗം വരുന്നത് ഇവിടെ നിന്നും ഇറാനിൽ നിന്നുമാണ്. അമേരിക്കയുടെ ഉപരോധങ്ങളെ മറികടന്ന് ചൈന എണ്ണ വാങ്ങിയിരുന്നത് ഇവരിൽ നിന്നായിരുന്നു. ട്രംപ് ഭരണകൂടം വെനസ്വേലയുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതോടെ ചൈനയുടെ എണ്ണ വിതരണ ശൃംഖലയുടെ ഒരു പ്രധാന കണ്ണി അറ്റുപോവുകയാണ്. ഒരു യുദ്ധമുണ്ടായാൽ, പ്രത്യേകിച്ച് തായ്വാനെതിരെ ഒരു നീക്കമുണ്ടായാൽ ചൈനയ്ക്ക് ഏറ്റവും ആവശ്യം ഇന്ധനമാണ്. മലാക്ക കടലെടുക്ക് അമേരിക്ക ബ്ലോക്ക് ചെയ്താലും വെനസ്വേലയിൽ നിന്നുള്ള എണ്ണയായിരുന്നു ചൈനയുടെ പ്ലാൻ ബി. എന്നാൽ ഇപ്പോൾ വെനസ്വേല അമേരിക്കയുടെ കയ്യിലാവുന്നതോടെ ചൈനയുടെ എനർജി സെക്യൂരിറ്റി വലിയ ഭീഷണിയിലായിരിക്കുകയാണ്. ഇന്ധനമില്ലാതെ കപ്പലുകൾക്ക് നീങ്ങാനാവില്ല, വിമാനങ്ങൾക്ക് പറക്കാനാവില്ല. തായ്വാനെ ആക്രമിക്കാൻ പദ്ധതിയിടുന്ന ചൈനീസ് ജനറൽമാർക്ക് ഇതൊരു വലിയ തലവേദന തന്നെയാണ്. അടുത്തതായി നമുക്കിതിലെ സൈനിക വശങ്ങളിലേക്ക് വരാം. ഡിക്കാപിറ്റേഷൻ സ്ട്രൈക്ക് അഥവാ തലയറക്കൽ തന്ത്രം. വെനസ്വേലയിൽ നമ്മൾ കണ്ടത് ഇതാണ്. ശത്രു രാജ്യത്തെ മുഴുവൻ നശിപ്പിക്കുന്നതിനു പകരം നേതൃത്വത്തെ മാത്രം ഉന്നം വെച്ച് നീക്കം ചെയ്യുക. തായ്വാൻ കടലിടുക്കിൽ ചൈന നിർമ്മിച്ചിരിക്കുന്ന A2-AD പ്രതിരോധ സംവിധാനങ്ങൾ അതിശക്തമാണ്. അമേരിക്കൻ കപ്പലുകളെ അടുപ്പിക്കില്ല എന്നതായിരുന്നു അവരുടെ അഹങ്കാരം. എന്നാൽ വെനസ്വേലയിലെ റെയ്ഡ് തെളിയിക്കുന്നത് അമേരിക്കൻ ഇന്റലിജൻസിനും സ്പെഷ്യൽ ഫോഴ്സിനും ഏത് രാവണൻ കോട്ടയ്ക്കുള്ളിലും നിഷ്പ്രയാസം കടന്നു ചെല്ലാം എന്നാണ്. തായ്വാനിലെ ജനങ്ങൾക്ക് ഇതൊരു ആശ്വാസമാണ്. മഡുറോയെ പിടിച്ചതുപോലെ തായ്വാനെ ആക്രമിക്കാൻ ചൈന തുനിഞ്ഞാലും ചൈനീസ് കമാൻഡർമാരെയും അമേരിക്ക ഉന്നം വയ്ക്കും എന്ന ഭയം ഇപ്പോൾ ബീജിങ്ങിനുണ്ട്. ഇത് ചൈനയുടെ ആത്മവിശ്വാസത്തെ ചോർത്തുന്ന ഒരു ഘടകമാണ്. എന്നാൽ ഇതിനൊരു മറുവശം കൂടിയുണ്ട്. ചില വിദഗ്ധർ ഭയക്കുന്നത് മറ്റൊന്നാണ്. അമേരിക്ക ഇപ്പോൾ വെനസ്വേലയിൽ തിരക്കിലാണ്. അടുത്തു തന്നെ അവർ ഗ്രീൻലാൻഡിലേക്കും തിരിയാൻ ഇടയുണ്ട്. ലാറ്റിൻ അമേരിക്കയിലെയും ആർട്ടിക്കിലെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവർക്ക് വർഷങ്ങൾ വേണ്ടിവരും. ഈ സമയത്താണ് അമേരിക്കയുടെ ശ്രദ്ധ മാറുന്നത്. ഇതൊരു സുവർണ അവസരമായി ചൈന കണ്ടാലോ? അമേരിക്കൻ പട്ടാളം കാരക്കാസിലെയും ന്യൂക്കിലെയും തെരുവുകളിൽ നിയന്ത്രണം സ്ഥാപിക്കാൻ പാടുപെടുമ്പോൾ
തായ്വാനിൽ ഒരു മിന്നലാക്രമണം നടത്താൻ ചൈന മുതിരുമോ? ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് ഏകാധിപതികൾ പലപ്പോഴും യുക്തിക്കപ്പുറം ചിന്തിക്കും എന്നാണ്. വെനസ്വേലയിലെ അമേരിക്കൻ നടപടി ചൈനയ്ക്ക് 2 പാഠങ്ങളാണ് നൽകുന്നത്. ഒന്ന്, അമേരിക്ക എന്ന വൻ ശക്തി ക്ഷീണിച്ചിട്ടില്ല. അവരുടെ പ്രഹരശേഷി ഇപ്പോഴും ലോകത്തിലെ ഏറ്റവും മികച്ചതാണ്. 2, അന്താരാഷ്ട്ര നിയമങ്ങൾ ഇനി വെറും കടലാസ് പുലികളാണ്. കരുത്തുള്ളവൻ കാര്യങ്ങൾ തീരുമാനിക്കും. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെ സംബന്ധിച്ചിടത്തോളം വെനസ്വേല ഒരു വേക്കപ്പ് കോളാണ്. തായ്വാനെ ആക്രമിക്കാൻ ചൈന തീരുമാനിച്ചാൽ അത് വെറുമൊരു പ്രാദേശിക യുദ്ധമായിരിക്കില്ല. മറിച്ച് അത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന, ആ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തെ തന്നെ വേട്ടയാടുന്ന വലിയൊരു പോരാട്ടമായിരിക്കും. തായ്പേയിലെ തെരുവുകളിൽ ഇന്നും തിരക്കാണ്. എന്നാൽ കാരക്കാസിൽ വീശിയ കാറ്റ് തായ്വാൻ കടലിടുക്കിലെ തിരമാലകളെ അസ്വസ്ഥമാക്കുന്നുണ്ട്. അമേരിക്ക വരച്ച വരയിലൂടെ ചൈന നടക്കുമോ? അതോ ആ വര മായ്ച്ചുകൊണ്ട് ഡ്രാഗൺ പുതിയൊരു യുദ്ധമുഖം തുറക്കുമോ? ഉത്തരം വരും മാസങ്ങളിൽ, ഒരുപക്ഷെ വരും വർഷങ്ങളിൽ നമുക്ക് കാണാം. വെനസ്വേല ഒരു തുടക്കം മാത്രമായിരിക്കാം. ലോകക്രമം മാറുകയാണ്. അതുകൊണ്ട് തന്നെ ഉദാഹരണങ്ങൾ ഇനിയും വന്നുകൊണ്ടിരിക്കും. ലോകരാഷ്ട്രീയവും പ്രതിരോധ തന്ത്രങ്ങളും ബിസിനസ് മാറ്റങ്ങളും എന്നിങ്ങനെ നമ്മുടെ ലോകത്തെ രൂപപ്പെടുത്തുന്ന നിർണായക ഘടകങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്യുന്ന വിശ്വസനീയമായ മലയാളം ചാനലാണ് ചാണക്യ. നിങ്ങൾക്കും നിങ്ങളുടെ ബ്രാൻഡിനും ഞങ്ങളോടൊപ്പം ചേർന്ന് പരസ്യം നൽകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദയവായി ബന്ധപ്പെടുക.